എല്ലാവരുടെയും വിഷു എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? നമ്മുടെ ഇന്നത്തെ വ്ളോഗിലുള്ളത് വിഷുവിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പതിവ് പോലെ തന്നെ നമ്മൾ കടയിലാണ് ഇപ്രാവശ്യം വിഷു ആഘോഷിച്ചത്. കുറേ നാളായിട്ട് നമ്മുടെ ചാനലിൽ അംഗങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് വിഷു ആഘോഷിക്കാറുള്ളത്. ആ പതിവ് ഇപ്രാവശ്യവും തെറ്റിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീയാണ് കേട്ടോ. നമുക്ക് വെജിറ്റബിളിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സാണ്. അപ്പോൾ അറിയാലോ, ഓണവും വിഷുവും ക്രിസ്മസും അതുപോലെ എന്ത് വിശേഷം വന്നാലും തലേദിവസം അത്യാവശ്യം നല്ല തിരക്ക് നമ്മുടെ കടയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ സെക്ഷനും ഉണ്ട്, റീറ്റെയിൽ സെക്ഷനും ഉണ്ട്. അപ്പോൾ ആ തിരക്ക് ഒന്ന് കുറയ്ക്കാനായിട്ട് ആൾക്കാരുടെ എണ്ണം കൂട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളും അവരുടെ കൂടെ പങ്കുചേരാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിലേക്കാണ്. കാലത്ത് നേരത്തെ എണീറ്റ് ഇച്ചിരി പാല് ശ്രീകുട്ടന് കാച്ചി കൊടുത്തിട്ടേ നമ്മളും കുടിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. നമ്മുടെ ബേക്കറി ഉണ്ട് നമുക്ക്, അതുപോലെ തന്നെ വെജിറ്റബിളിൻ്റെ ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്, മാത്രമല്ല പിന്നെ റീറ്റെയിലും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ട് പോവാണ് നമ്മൾ. ഈ വാതിൽ പൂട്ടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ, നമുക്ക് വേറെ ആരും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാത്ത കാരണം കൊണ്ട് സ്വന്തം കാര്യം സ്വന്താവാന്ന് പറഞ്ഞ് ശ്രീകുട്ടൻ്റെയും ഭാഗ്യൻ്റെയും കാര്യങ്ങൾ മാത്രം നോക്കി നമുക്ക് ഇറങ്ങാം. പക്ഷേ തിരിച്ചു വരുമ്പോൾ നമ്മളെ കാത്തിരിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള സങ്കടം നന്നായിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ ചില സമയങ്ങളിൽ. പോരുന്ന വഴിക്കാണ് നമ്മുടെ ഷീലേച്ചി കണിക്കൊന്ന പൊട്ടിക്കുന്നത് കണ്ടത്. അപ്പൊ ഷീലേച്ചിയുടെ കയ്യിൽ നിന്ന് 2 തണ്ടും മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ച് നമ്മൾ കടയിലേക്ക് പോന്നു കേട്ടാ. ഇതിപ്പോ എന്നാ ഈ ഹാപ്പി വിഷു പറയുന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ വിഷു ഉണ്ണിയെ വരിക. ഇന്നെ നാളെ വരില്ലല്ലോ, നാളെ വരും. താഴത്ത് നമ്മുടെ ഹോൾസെയിൽ സെക്ഷനും മുകളിൽ ഹൈവോട് ചേർന്നിട്ട് റീറ്റെയിൽ സെക്ഷനും ബേക്കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഇത് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയത്തിമാർക്കും സുപരിചിതമാണ്. എന്നാലും പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടുത്തെ സംഭവങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുന്ന നേരത്ത് തന്നെ ഹൈവേ ആയ കാരണം കൊണ്ട് കുറച്ച് ലോങ് ട്രിപ്പ് പോകുന്നവരൊക്കെ നമ്മുടെ കടയിൽ കയറിയിട്ട് ജ്യൂസും സംഭവങ്ങളൊക്കെ കാലത്ത് തന്നെ കഴിക്കും. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അപ്പം തന്നെ എനിക്കൊരു കസ്റ്റമറെ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ലൈമൊക്കെ കുടിച്ച് അതിൻ്റെ ഇടയിൽ നമ്മളിതാ എല്ലാം ഇങ്ങനെ മൂടിയിട്ടിട്ടാണ് പോവുക. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കാര്യം നമുക്ക് ഗ്രില്ലും ഷട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഭക്ഷണ സാധനങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ ഷീറ്റ് കൊണ്ട് മൊത്തത്തിലൊന്ന് മൂടിയിട്ട് കേട്ടോ. എന്നിട്ട് കട അടിച്ചു വാരി വൃത്തിയാക്കും. അങ്ങനെ നമ്മൾ ഒരു ദിവസം തുടങ്ങുകയാണ് ചെയ്യുക. പാല് എല്ലാ കാര്യങ്ങളും ഞാൻ പറയണില്ല, കാരണം എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു കട മെയിൻറ്റെയിൻ ചെയ്ത് പോണേ എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് മുന്നും കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കട കാണാൻ നമുക്കൊരു ഇഷ്ടമാണ് അല്ലേ, കടയിലത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കുറേ നാളുകൾക്ക് മുന്നേ ഈ കടയായിരുന്നു കേട്ടോ എൻ്റെ ലോകം. ഇവിടെ ആയിരുന്നു 24 മണിക്കൂർ ഞാൻ ഉണ്ടായിരുന്നത്. പിന്നെ ചാനലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇതിൽ നിന്ന് വിട്ട് മാറി നമ്മൾ ചാനലിൻ്റെ പിന്നാലെ പോയി തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നിഷേച്ചി. ഇതാണ് നിഷേച്ചി, ഇവിടുത്തെ നമ്മുടെ പുതിയ സ്റ്റാഫാണ്. ചേച്ചി വേറൊരു ചേച്ചി കൂടി ഉണ്ട് കേട്ടോ. ചേച്ചി കുറച്ച് നാളായി ചേച്ചി അവിടെ കിച്ചൺ വൃത്തിയാക്കണം തിരക്കില്ല. അങ്ങനെ വരല് കുറവല്ലേ, ചേച്ചിമാരായിട്ട് ഇൻട്രാക്ഷൻ കുറവാണ്. ജയന്തിയേച്ചിയും ലക്ഷ്മിയും ഒക്കെയുള്ള സമയത്ത് കൂടുതലും ചേച്ചിമാരോട് മിങ്കിൾ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു 110 രൂപ കിട്ടി. ജിപേയിൽ നമ്മൾ എഴുതും ജിപേന്ന്. നമ്മുടെ കടയിലെ തുടക്കത്തിൽ രതീഷും പിന്നെ 2-3 നേപ്പാളി കുട്ടികളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരൊരുവിധം കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയാണ് ഷെയ്ക്ക് അടിക്കുന്നതെന്നൊക്കെ. ഞങ്ങളൊരു ഫാമിലി പോലെ മുന്നോട്ട് പോയിരുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ അവർ ഒരു ഘട്ടം വന്നപ്പോൾ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയപ്പോൾ പിന്നെ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ മാത്രമായിട്ടോ. ഇതാണ് നമ്മുടെ ഹോൾസെയിൽ സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ നല്ല തിരക്കായിരിക്കും കാലത്ത്. വലിയ ബൾക്ക് ഓർഡറുകളായിരിക്കും. അപ്പോൾ ദിനേശ് ചേട്ടൻ, അപ്സു, അമ്മ 3 നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും ഇതിലത്തെ ഓരോ മുഖങ്ങളും ഭയങ്കര പരിചയം ആയിരിക്കും കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ചേട്ടന്മാർ കട്ടൻ ചായ ചോദിച്ചപ്പോൾ ഞാൻ കട്ടൻ ചായ എല്ലാവർക്കും ഉണ്ടാക്കിയൊക്കെ കൊടുത്തു. നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞിനടക്കം ഉണ്ട് കേട്ടോ.
+1 എക്സാം കഴിഞ്ഞപ്പോൾ ആളെടുത്ത തീരുമാനമാണ് എന്നാൽ പിന്നെ നമുക്ക് കടയിൽ വന്ന് നിൽക്കാമല്ലോ എന്ന്. അങ്ങനെ ആളും അപ്പുറത്ത് നിൽക്കുന്ന പച്ചസാരി കൊടുത്ത ചേച്ചി നമ്മുടെ പുതിയ സ്റ്റാഫാണ്. കടയിൽ ഇങ്ങനെ ബേക്കറിയിൽ ഇങ്ങനെ എന്താ പറയുക, ആരും ഇങ്ങനെ സെറ്റ് ആവണില്ല. കുറച്ച് നാൾ 2-3 മാസം നിൽക്കും ഇങ്ങനെ പോകും. ജയന്തേച്ചി ഉണ്ടായിരുന്ന സമയത്ത് ജയന്തേച്ചി കുറേ നാൾ നിന്നിരുന്നു കേട്ടോ. ജയന്തേച്ചിക്ക് പിന്നെ കാലുവേദന വന്നപ്പോഴാണ് ജയന്തേച്ചി നമ്മുടെ കടയിലേക്ക് വരാൻ പറ്റാണ്ടായത്. ഇപ്പോൾ ചേച്ചിമാരെല്ലാവരും ഉണ്ട്. ഈ കട നമ്മുടെ ബേക്കറിയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ റീറ്റെയിൽ സെക്ഷൻ്റെ പച്ചക്കറി സെക്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും കേട്ടോ. അപ്പോൾ വിഷു പ്രമാണിച്ച് ഇതേ നിറയെ കായക്കുലകളും പച്ചക്കറികളും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോഴും മാനുവലാണ് കേട്ടോ. സിസ്റ്റമാറ്റിക് ആവുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മാനുവലായിട്ടും കൂടി റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. ഓരോ ബില്ല് വരുമ്പോഴും നമ്മളതിൽ എഴുതി വയ്ക്കും. അങ്ങനെ അത് കൂട്ടി വൈകുന്നേരം ആകുമ്പോൾ ടാലിയാക്കി പൈസയൊക്കെ ടാലിയാക്കണ പരിപാടിയാണ് കേട്ടോ അത് നമ്മൾ നടത്തുന്നത്, നമ്മുടെ കടയിൽ നടത്തുന്നത്. അപ്പോൾ ഞാൻ കുറച്ചു നേരം ബേക്കറി സെക്ഷനിൽ വന്ന് നോക്കും, കുറച്ചു നേരം ഇവിടെ വന്ന് നോക്കും. പിന്നെ കുറേ ആൾക്കാർ നമ്മൾ അറിയുന്നവരുണ്ടാവുമല്ലോ, നമ്മുടെ ചാനൽ കാണുന്നവർ. അപ്പോൾ അവരൊക്കെ വന്ന് വർത്താനൊക്കെ പറയും. അപ്പോൾ അത് കാരണം കടയിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആയിക്കോട്ടെ, ഞങ്ങളുടെ അയൽവാസിയായിട്ട് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ന് പറഞ്ഞ പോലെ തന്നെ 6 വർഷം നമ്മൾ ഇവിടെ തല്ലൂരായിരുന്നല്ലോ നമ്മുടെ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാവരും എനിക്ക് പരിചയക്കാരാണ് കേട്ടോ. എല്ലാവരും വന്ന് വിശേഷങ്ങൾ പറയും, ചാനൽ കാണുന്നുണ്ട് ശ്രീ എന്ന് പറയും. അതുപോലെ ഒരുപാട് വിശേഷങ്ങളും വീട്ടുകാരുടെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ചറിയാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരോടൊക്കെ വിശേഷം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ കടയുടെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാൻ മറന്നു. ഇതാണ് കേട്ടോ ഹൈവേയിൽ നിന്ന് നേരെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഭാഗ്യനും അപ്പുറത്തേക്കുന്നത് റപ്പായേട്ടനും കൂടിയിട്ട് ഇതേ പച്ചക്കറികളൊക്കെ അടക്കി വെക്കുന്നുണ്ട്. ഈ അടക്കി വെക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നല്ലൊരു അട്രാക്ഷനാണ്. പച്ചയും ചുവപ്പും മഞ്ഞും പല വർണ്ണങ്ങളിലായിട്ട് ഈ ഒരു വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ ഭാഗ്യനെ അടക്കുകയും ചെയ്യും. ഭാഗ്യൻ്റെ ലോകം അതാണല്ലോ, ഭാഗ്യം നന്നായിട്ട് അടക്കാനറിയാം. ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കണ്ടാവും. പ്രതിഭേട്ടൻ എല്ലാവരും തിരക്കില്ല. പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഹാപ്പി വിഷു പറയാറുണ്ട്. എല്ലാവർക്കും ഹാപ്പി വിഷു. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതല്ലേ. പോലെ ഇവിടെ നോണാം. ഇവിടെ സുഖം എന്നാലും കേട്ടോ. അല്ലാതും അടുത്ത് തന്നെയുള്ള കാരണമൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നാൽ എനിക്ക് കിട്ടും. എനിക്ക് സുഖം അവിടെ ചെയ്യാൻ ഇഷ്ടമാണ്. ഇന്ന് തീരെ വയ്യ. അത് കാരണം ഞാൻ മുകളിനോട് പറഞ്ഞിട്ടായിരുന്നു മുകളിലോട്ട കറി. പിന്നെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു മോനെ. പിന്നെ ചിക്കൻ മേടിക്കാൻ മുമ്പ് ആ സൊസൈറ്റിയിൽ നിന്ന് ഒരു സേമിയോ അപ്പോൾ ഞാൻ പാലെടുത്തിട്ടേ സേമിയോ പിന്നെ അപ്പോൾ അമ്മയുടെ അടുക്കള നമുക്കിന്ന് കടം മേടിച്ചിരിക്കുകയാണ്. അമ്മയ്ക്ക് അത്യാവശ്യം നല്ല പണികളുണ്ട്. അമ്മ ബില്ലൊക്കെ പിടിക്കുന്ന സെക്ഷനിലത്തെ മേൽനോട്ടം വഹിക്കുന്ന ആളാണ് കേട്ടോ. ഇവിടെ ചാക്ക് കണക്കിനാണ് സാധനങ്ങൾ ഈ താഴത്തെ സെക്ഷനിൽ കയറിപ്പോവുക. അതായത് ചാക്ക് കണക്കിന് സവോളകളും ഉരുളക്കിഴങ്ങുകളും അതുപോലെ ബീൻസ് പയറി സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ചേട്ടന്മാരാണ് കയറ്റി വിടുന്നത്. പക്ഷേ ബില്ല് നമ്മൾ ഒത്തുനോക്കി പോകണം. കാരണം കാറ്ററിംഗ് സർവീസ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹോട്ടലുകളായിരിക്കും. അവിടേക്കൊക്കെ കറക്റ്റായിട്ടുള്ള ബില്ല് അവർ ഓർഡർ തന്ന സാധനങ്ങൾ കറക്റ്റ് രീതിയിൽ കൊടുത്തയക്കേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവില്ലേ. പച്ചക്കറിയല്ലേ, വേറെ ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ റപ്പായേട്ടൻ ഇതുപോലെ തന്നെ ബേക്കറിയിലും പ്രവർത്തിക്കും. ഇതുപോലെ തന്നെ താഴത്ത് ബേക്കറി സെക്ഷനിൽ നമ്മുടെ ഹോൾസെയിൽ സെക്ഷനിലും പച്ചക്കറി സെക്ഷനിലൊക്കെ ആളുണ്ടാവും കേട്ടോ. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കട തുടങ്ങിയിട്ട്. അന്ന് തൊട്ടേ നമ്മുടെ കൂടെയുള്ളവരാണ്. കുറേ ചേട്ടന്മാരൊക്കെ ഇപ്പോഴും നമ്മളോട് വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട്. രതീഷൊക്കെ നമ്മൾ കട തുടങ്ങി അന്ന് തൊട്ട് നമ്മുടെ കൂടെയുള്ള സ്റ്റാഫാണ് കേട്ടോ. ചേട്ടൻ്റെ കോടാലി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഭാഗ്യന് ആദ്യം ഷോപ്പ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഹോൾസെയിലായിട്ട് ഇങ്ങോട്ട് മാറിയത് കേട്ടോ. അതായത് ശ്രീകുട്ടന് 7 മാസം ഉള്ളപ്പോഴാണ്, അതായത് എൻ്റെ വയറ്റിൽ 7 മാസം ഉള്ളപ്പോഴാണ് നമ്മൾ കട തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ 10ാം വർഷത്തിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പച്ചക്കറി കടയിലത്തെ ഏറ്റവും ശുദ്ധമായ പച്ചക്കറികൾ എടുത്തിട്ട് നമ്മളിന്ന് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചു. അവിയൽ എന്ന് പറയുമ്പോൾ ശുദ്ധമായ പച്ചക്കറികളുടെ ഒരു ശേഖരമല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ് കേട്ടോ. ഞാൻ അവിയൽ വെക്കുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിഷുവിന് മുമ്പ് നിങ്ങൾക്ക് ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇടാൻ പറ്റിയില്ല. ഭയങ്കര തിരക്കായിരുന്നു കടയിലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടേ. അങ്ങനെ കണ്ട ഇവിടുത്തെ പച്ചക്കറികളുടെ ആ ഒരു മുഴുപ്പും കൊഴുപ്പും കണ്ടാൽ നമുക്ക് കൊതിയാവും. അത് അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നും. ഇത് ഞാൻ എന്താ പറയുക,
എനിക്ക് ഇങ്ങനെ വാടിയ പച്ചക്കറികൾ കാണുമ്പോൾ അത് കാരണം കൊണ്ട് ഒരു ഭയങ്കര ഒരു അസ്വസ്ഥത, വേറെ എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ കടയിൽ നല്ലത് കണ്ടിട്ട് നമ്മൾ നേരിട്ട് കൊണ്ടുവരുന്നതാണേ. നമുക്കറിയാം മൈസൂർക്ക് നമ്മൾ പോയത് ഓർമ്മയിട്ടില്ലേ? അപ്പോൾ മൈസൂരിൽ നിന്ന് കൊണ്ടുവരും. നമുക്ക് രണ്ട് വണ്ടിയുണ്ട്. പിന്നെ നമ്മൾ ഒട്ടൻചിത്രം, സേലം, കൊടുവായൂർ അങ്ങനെയുള്ള സ്ഥലത്തുകളിൽ നിന്നും, പിന്നെ ഭൂരിഭാഗം നമ്മുടെ നാട്ടിലുള്ള കർഷകരെ നിന്ന്, എസ്പെഷ്യലി നമ്മുടെ മരോട്ടിച്ചാൽ ഏരിയയിലുള്ള കർഷകരെ നിന്ന് ചേന, ചേമ്പ്, പടവലങ്ങ, നമ്മുടെ തോട്ടത്തിലുള്ള കായ, അതുപോലെ തന്നെ വഴുതനങ്ങ, നല്ല പയർ ഒക്കെ ആയിട്ട് നമ്മൾ പയറൊക്കെ അന്വേഷിച്ച് എപ്പോഴും ചേച്ചിമാർ വരും ചാനലിൽ കണ്ടിട്ടേ. അപ്പോൾ അതൊക്കെ നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് വിറ്റ്, മാങ്ങയൊക്കെ നമ്മുടെ കടയിൽ കൊണ്ടുവന്ന് വിറ്റിട്ടാണ് നമ്മുടെ നാട്ടിലത്തുള്ള ആൾക്കാരുടെ ശേഖരങ്ങളും ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ കടയിൽ പച്ചക്കറിയിൽ. അങ്ങനെ നമ്മൾ അവിയലിനുള്ള സംഭവങ്ങളൊക്കെ അതെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകൊക്കെ അരിഞ്ഞ്, പച്ചമുളകൊക്കെ ഇങ്ങനെ കാണുമ്പോഴല്ലോ ഇവിടെ നമുക്ക് കൊതിയാവും, അത്രയ്ക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മുടെ ഈ സെയിം പച്ചക്കറികൾ തന്നെ നമ്മൾ നമ്മുടെ വല്ലൂർ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഇത്രയ്ക്ക് ഫ്രഷ് ആയിട്ട് നിങ്ങൾ കാണില്ല കേട്ടോ. കാരണം ഞാൻ 2-3 ദിവസം കൊണ്ടുവന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ച്, അയ്യോ അതൊരു കഥയാ. പക്ഷെ തലൂര് വീട്ടിലായിരിക്കുന്ന സമയത്ത് ഫ്രഷ് ഓൺ ദ സ്പോട്ടിൽ ഞാൻ ഇന്ന സാധനം വേണമെന്ന് വിളിച്ചു പറയുള്ളൂ, അപ്പോഴേക്കും സംഭവം വീട്ടിലെത്തും. അന്ന് നമുക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ചേട്ടന്മാർ അപ്പനെ കൊണ്ടുവന്ന് തരുമായിരുന്നു കേട്ടോ. അപ്പോൾ കരിഞ്ഞ് ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഗ്യാസും കാര്യങ്ങളും നമ്മളായിരുന്നു പണ്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഗ്യാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു കിച്ചണാക്കി എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അത് അമ്മയായിട്ട് കൊടുത്തു ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പുതിയ ചേച്ചിമാരോ അല്ലെങ്കിൽ പുതിയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ചേട്ടന്മാർക്ക് പണ്ട് നമ്മളായിരുന്നു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഇപ്പോഴും നമ്മൾ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, പക്ഷെ ഞാനല്ല എന്ന് മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ അവിയലിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ആ ചിരവയൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോടാ, അത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ചിരവയായിരുന്നേ, അതിലൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു. അങ്ങനെ നമ്മൾ പച്ചമുളകും, ഇവിടെ നാടൻ പച്ചമുളകിന് കുറവൊന്നുമില്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്ന് വയ്ക്കും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ കൊണ്ടുവന്ന് തരും, അത്യാവശ്യം നല്ല വില കൊടുക്കും. നമ്മൾ കൃഷിക്കാരായ കാരണം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവുന്ന കാരണം കൊണ്ട് തന്നെ ഭാഗ്യം മാക്സിമം വിലയിട്ട് കൊടുത്തിട്ടാണ് പച്ചക്കറികൾ കൊടുത്തുവിടാറ്. പിന്നെ നല്ല പച്ചക്കറികൾക്ക് നല്ല രീതിയിലുള്ള വില ശ്രമിക്കാറുണ്ട് ഭാഗ്യൻ്റെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധം. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നാളികേരവും ജീരകവും വെളുത്തുള്ളിയും ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ അരപ്പ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ പഴയ നമ്മുടെ സുജാത മിക്സി വീട്ടിൽ ഉപയോഗിച്ചിരുന്നില്ല, അതാണ് നമ്മൾ ഇവിടെ വെച്ച് വെക്കണത് കേട്ടോ. ഇവിടെ ഒക്കെ പഴയതേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എന്തോരം അമ്മയ്ക്ക് പുതിയത് മേടിച്ചു കൊടുത്താലും അമ്മ പഴയതാ യൂസ് ചെയ്യുള്ളൂ, പുതിയതൊക്കെ അമ്മ എടുത്തു വയ്ക്കും. എൻ്റെ പോലത്തെ ശീലമുണ്ട് അമ്മയ്ക്ക്. പണ്ട് ഞാനിങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ കുറേയൊക്കെ മാറി. ചാനലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയത് നിങ്ങളെ കാണിച്ചു തരും, പിന്നെ ഇത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ഉപയോഗിച്ച് തുടങ്ങി. ശീലങ്ങൾ മാറ്റണം അല്ലേ, ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്. അപ്പം ഞാൻ അങ്ങനെ മാറി തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മുടെ അവിയൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവിയൽ വെന്തു, അതിലേക്ക് നമ്മൾ അരപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നും കൂടി അരപ്പ് വേവണ വരെ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കും. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, പിന്നെ കുറച്ച് കറിവേപ്പിലയുടെയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കും. എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്ത് മാത്രമാണ് ഈ സാധനം ഇളക്കുമ്പോൾ നല്ലൊരു വെളിച്ചെണ്ണയുടെ പച്ച വെളിച്ചെണ്ണയുടെ മണം വരും. അതാണ് അവിയലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അയ്യോ തൈര് ഒഴിക്കാൻ ഞാൻ മറന്നുപോയി. തൈര് നമ്മൾ ഈ പച്ച വെളിച്ചെണ്ണയും വേപ്പിൻ്റെ ഇല ഇടുന്നേക്കാളും മുന്നൊഴിച്ച് സെറ്റാക്കണം കേട്ടോ. തൈരൊക്കെ ഒന്ന് വെന്ത് നല്ല പുളിയും അതുപോലെ തന്നെ എരിവും ഉപ്പും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. അവിയൽ ഭയങ്കര ഹെൽത്തി ആണെന്നല്ല എല്ലാവരും പറയാം. എനിക്ക് ഈ അവിയൽ കഴിക്കുമ്പോഴേ എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിന് ഓർമ്മ വരും. ചേച്ചി അവിയൽ പുരാന്തിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിയലൊക്കെ സെറ്റാക്കി രാവിലെ 8 മണിക്ക് ചമ്മന്തി ഉണ്ടാക്കി. ഞാൻ ചോദിക്കാണ്ട് നമ്മൾ എടുക്കരുത് കേട്ടോ, ആടെയും ഫോണ്. ഇവിടെ പറഞ്ഞ ഒന്നും കേൾക്കില്ല, കാരണം തൊട്ടപ്പുറത്ത് റോഡാ. അവിയൽ വെച്ചു, നാളികേരം ചമ്മന്തി ഉണ്ടാക്കി. ഇനി ചിക്കൻ മേടിക്കാൻ വരുന്നുണ്ടോ? പിന്നെ പായസം വെക്കും. ശ്രീകുട്ട ഉറങ്ങായിരുന്നു കേട്ടോ. താഴെ നമുക്ക് സെപ്പറേറ്റ് ഒരു റൂമുണ്ട്, അതിൽ അത്യാവശ്യം ഫാൻ AC ഒക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ശ്രീകുട്ടൻ ചെറുപ്പം തൊട്ടേ അതിൻ്റെ ഉള്ളിലായിരുന്നു അവൻ്റെ ലോകം എന്ന് പറയുന്നത്. നമ്മൾ കടയിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, കട നോക്കുന്ന സമയത്ത് അവനെ ആ റൂമിൻ്റെ ഉള്ളിലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അവൻ്റെ ഉറക്കവും ഭക്ഷണം കഴിപ്പും പഠിത്തവും ഒക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ, വളരെ ചെറുപ്പം തൊട്ടേ. ഞാൻ എപ്പോഴും പറയാറില്ലേ ശ്രീകുട്ടൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന്. അപ്പോൾ അവൻ്റെ ലോകം എന്ന് പറയുന്നത് ആ റൂമായിരുന്നു കേട്ടോ. ഇതാണ് അരുണേച്ചി കേട്ടോ. അരുണേച്ചി നമുക്ക് ഒരു ദിവസമായിട്ടുള്ള വന്നിട്ട് പുതിയ ചേച്ചിയാണ്. ചേച്ചി എനിക്ക് ജ്യൂസൊക്കെ അടിച്ച് കൊണ്ടുവന്ന് തന്നു. എങ്ങനെയുണ്ട് കുടിച്ചു വെക്കാനൊക്കെ പറഞ്ഞിട്ട് കുറേ മിക്സഡ് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അടിച്ചുകൊണ്ട് വന്നു. ചേച്ചിയുടെ വീട് ഇവിടെ കല്ലൂരാണ് കേട്ടോ. അപ്പോൾ പുതിയ സ്റ്റാഫ് വന്നും പോയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. കുക്കുമ്പറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ കുടിച്ച് നമ്മുടെ കുഞ്ഞം വെളുത്തിട്ട് പറഞ്ഞു.
ഇവിടെ തന്നെ നോക്കൂ. നമ്മുടെ ബേക്കറിയിൽ കൂടുതലും ഷേക്കും ജ്യൂസ് ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ചിലവായി പോകുന്നത്. അപ്പോൾ കുഞ്ഞൻ പറയായിരുന്നു വെച്ചിട്ട് വന്ന കാരണം എനിക്ക് പരിപാടിയൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു കൗണ്ടർ സെക്ഷനിൽ എനിക്ക് അത്യാവശ്യം പണികളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇവിടെ ഒതുക്കലും പറക്കലൊക്കെ ഉണ്ടാവാറെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ പറയുന്നത് വെച്ചിട്ട് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ അവളെ ചീത്ത പറയായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മുടെ പിള്ളേരെ നമ്മുടെ ഒപ്പം എത്തുമ്പോഴേ അവർ നമുക്ക് കൂട്ടുകാരാവൂല്ലേ. മക്കളെന്നതിലുപരി അവരിങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാനും കുഞ്ഞിനും ഭയങ്കര ഒരു ഒരു എല്ലാ കാര്യങ്ങളും പറയുന്ന, ഒരുമിച്ച് വായ നോക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എന്നെക്കാളും വലുതായി. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളും ജ്യൂസൊക്കെ കുടിക്കും കേട്ടോ. അപ്പോൾ എന്നും ക്യാരറ്റ് ജ്യൂസ് കുടിക്കുക അത്രേ. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ട് വെച്ചിട്ട് ഞാൻ എന്താ വെളുത്തിട്ട് പറയുമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. കുറേ മുടിയൊക്കെ മുന്നിലേക്ക് ഇട്ട് ഭയങ്കര സെറ്റപ്പായിട്ടിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ കുഞ്ഞൻ്റെ വെക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് മെമ്മറബിൾ ആവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടയിലേക്ക് പോക്ക്, അത് കഴിഞ്ഞ് ട്യൂഷന് പോക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഹെൽത്തി ആയിരുന്നു. അപ്പോൾ ഞാൻ മുടിയൊക്കെ ആകെ ഫ്രിസി ആയിടാന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷെ മുടി നന്നായിട്ട് വളരുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ നീളം വെക്കുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ് അതിൽ ബൊട്ടോക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലോ എന്ന്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കടയിലേക്ക് വരാം. നമ്മുടെ കടയിൽ പച്ചക്കറികളും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഒരു ഫ്രൂട്ട്സിൻ്റെ സെക്ഷനും ഉണ്ട്. പിന്നെ നമ്മുടെ കടയിലേക്ക് തൈരും അതുപോലെ തന്നെ മുട്ടയൊക്കെ കൊണ്ടുവരുന്ന ചേട്ടന്മാർ, ഇങ്ങനെ കുറേ കച്ചവടക്കാരും ഡെയിലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എല്ലാവരും എനിക്ക് പണ്ടൊക്കെ എല്ലാവരും എനിക്ക് പരിചയമായിരുന്നു. ഇപ്പം അങ്ങനെ ആരും വലിയ കാര്യമായിട്ടുള്ള പരിചയമൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഞാനൊരു 11 മണിയായപ്പോൾ തിരിച്ച് ഇറങ്ങി വരണം നമുക്ക് ഇവിടുത്തെ കിച്ചണിലേക്ക് വരണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കനാണ്. നമ്മുടെ ഇവിടെ വിഷു സംക്രാന്തിക്ക് പോർക്കും അല്ലെങ്കിൽ ചിക്കൻ ബീഫും ഒക്കെയാണ് വെക്കാറുള്ളത്. നമ്മൾ ഇന്ന് ചിക്കൻ വെച്ചു കേട്ടോ. നാളെ ഫുഡിൽ സദ്യ കഴിക്കേണ്ട, അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കഴിക്കാൻ പോവാണ്. പിന്നെ ചേട്ടന്മാർക്കും അത്യാവശ്യം നന്നായിട്ട് ഹെവി വർക്കല്ലേ നമ്മുടെ ഷോപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു പണികളൊന്നും ഉണ്ടാവില്ല. വലിയ ചാക്ക് പണികളാണ് ഉണ്ടാവുക. അപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വയ്യാതെ ആവും ബില്ലോളൊക്കെ പിടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എവിടെയെങ്കിലും ഒന്ന് തല വെച്ചാൽ മതി എന്നുള്ളൊരു രൂപത്തിലെത്തൂട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മുടെ ചിക്കൻ വെക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ പച്ചക്കറികളുടെ വലുപ്പം നമ്മുടെ ജുമാഞ്ചി സിൽമ പോലെയാണ്. എല്ലാത്തിനും ഭയങ്കര വലുപ്പമാണ്. ഞാനാണെങ്കിൽ ഏറ്റവും വലുത് മാത്രമേ എടുത്തുകൊണ്ട് വരുള്ളൂ. അത്രയും കുറവ് പണി എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ സവാളയുടെ വലുപ്പം കണ്ട 2 സവാള എടുത്തിട്ടുണ്ടെങ്കിൽ 1 കിലോനായി. അപ്പോൾ സവാളയൊക്കെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് കറി വയ്ക്കാം. ഇവിടെ ഒരു കുഞ്ഞ് കിച്ചൺ സെറ്റപ്പ് അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് മേക്ക് ഓവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് വാളുമ്മ മൊത്തത്തിൽ ഇതിൽ ഈ ഒരു ഷോപ്പിൽ തന്നെ 2 റൂമുണ്ട് നമുക്ക്. ഒരെണ്ണത്തിൽ നമ്മുടെ ചേട്ടന്മാർ കിടക്കും. വൈകുന്നേരം 24 hours ഓപ്പൺ ആയിരുന്ന സമയമായിരുന്നു കേട്ടോ നമ്മുടെ കൊറോണയ്ക്ക് മുന്നേ. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ 10 വരെ 11 മണി വരെ എന്തായാലും കടയുണ്ടാവും. കാലത്ത് 4 മണിയാകുമ്പോൾ ചേട്ടന്മാരെ എണീറ്റ് അതുപോലെ തന്നെ ബില്ല് പിടിക്കാനും തുടങ്ങും കടകളിലേക്ക് പോകേണ്ട സമയത്തൊക്കെ. അപ്പോൾ ഒരു റൂമിൽ കുറച്ച് ചേട്ടന്മാർ കിടക്കും. 3-4 ആൾ കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തെ റൂം എന്ന് പറയുന്നത് ഓഫീസ് റൂമാണ്. അവിടെയാണ് ശ്രീകൂട്ടൻ കിടന്നുറങ്ങിയത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ വെക്കാം. സവാള നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഒരു ചോപ്പർ റൂട്ടനെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. നമ്മുടെ ബട്ടർഫ്ലൈയുടെ തന്നെ ചെറിയ ചോപ്പർ റൂട്ടനാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു. ഇനി അതൊക്കെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ ഉള്ളിൽ പൊടികൾ ഇട്ട് തക്കാളി ഇട്ട് സെറ്റാക്കി നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ആവട്ടെ. ആക്ച്വലി ഇവിടെ കുഞ്ഞടുപ്പായ കാരണം നമ്മൾ വലിയ അടുപ്പിൽ ചെയ്ത് നമുക്ക് ഇത് പണി കഴിയാത്ത പോലെ ഫീൽ ചെയ്യും. പിന്നെ അമ്മയ്ക്ക് തിരക്കായ കാരണം വേറെ നിവൃത്തിയില്ലാത്ത കാരണം ഞാൻ ഈ അടുക്കള സെക്ഷനിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അവർക്ക് വല്ലപ്പോഴൊക്കെ ഒരു ശ്വാസമൊക്കെ വിടണ്ടേ. അങ്ങനെ നമ്മൾ മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു. ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ടാൽ പോരെ. മതി. പിന്നെ ഉപ്പിട്ടു. ഇത്രയും സാധനങ്ങളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടു കേട്ടോ. ഇതൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അവിടെയൊക്കെ കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ വല്ലൂരത്തെ പോലെയല്ല, എന്തില്ല എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നേക്കാളും മുന്നേ സാധനം നമ്മുടെ മുമ്പിലെത്തൂട്ടാ. തൊട്ടപ്പുറത്തൊക്കെ കടകളാണ്. അത് കാരണം ചേട്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മേടിച്ചു കൊണ്ടുവന്ന് തരും. എനിക്ക് വല്ലൂരിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് തലൂരായിരുന്നു. എപ്പോഴും ചുറ്റും ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കടയിലേക്ക്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓടി വരാം. കുറച്ചൊന്ന് നമ്മുടെ മൈൻഡ് ഒന്ന് ഡൈവേർട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഒന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ കട വരെ എത്തുമായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും കട നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വല്ലൂർ വേറൊരു സുഖമാണെന്ന് മാത്രം. അതൊരു വേറൊരു ജോണറല്ലേ. അങ്ങനെ നമ്മൾ അതൊക്കെ വഴറ്റിയെടുത്തു. അതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തു. 2 ചിക്കൻ ഉണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ റോയൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഹോട്ടലുണ്ട്.
നമ്മുടെ ജോസേട്ടൻ്റെ ഹോട്ടൽ, അവിടെ നിന്നാണ് ശ്രീകുട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് കിട്ടുക. അപ്പോൾ നമ്മുടെ ജോസേട്ടൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കോഴിക്കടയുണ്ട്. അപ്പോൾ കോഴിക്കടയിൽ നിന്ന് 2 കോഴീനെ നമ്മുടെ റപ്പായേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാട്ടാ. ഇതൊക്കെ പറയണതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ ചെല്ലുമ്പോൾ വ്ളോഗ് കണ്ടിട്ട് റപ്പായേട്ടൻ ചോദിക്കും, കോഴി മേടിച്ചുകൊണ്ട് വന്നത് ഞാനാന്നുള്ള കാര്യം നീ പറഞ്ഞില്ല അല്ലടി പെണ്ണേന്ന് പറയും. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നിങ്ങൾ അറിയിക്കണം. അപ്പം അമ്മ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഇത് തികയില്ലെന്ന്. അമ്മ അങ്ങനെ പറഞ്ഞു, തികയില്ല എന്ന് തോന്നുകയാണെങ്കിൽ 2 കായ ഇട്ടോളാൻ പറഞ്ഞു. അപ്പം എനിക്ക് പേടി ദൈവം ഇത് തികയില്ല എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ 2 കായ ഇട്ടു. നമ്മൾക്ക് ക്വാണ്ടിറ്റിയും വേണം, നല്ല ക്വാളിറ്റിയും വേണം. അപ്പം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് കായ അതിൽ ഇടുന്നത് കേട്ടോ. ഞാൻ 3 എണ്ണം ഇട്ടുള്ളൂ, അമ്മ 4 എണ്ണം ഇടാൻ പറഞ്ഞു. 3 എണ്ണം ചെറുതായി അരിഞ്ഞിട്ടു. എനിക്ക് ഈ കോഴിയിലും അതുപോലെ തന്നെ ബീഫിലും പോർക്കിലൊക്കെ കായ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. അങ്ങനെ എൻ്റെ പോലെ കായ മാത്രം പറക്കി കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് സർലാസ് ഉണ്ടാക്കി. അതായത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യൽ നമ്മുടെ എന്താ പറയുക റൈത്ത പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് സവോളയൊക്കെ ഇട്ടിട്ട്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് പായസം കൂടി വെക്കാൻ വേണ്ടിയിട്ട്. ഞാനത് ഇട്ടപ്പോൾ ആകെ പുകമയായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വീണ്ടും കൊണ്ടുപോയി പാത്രം കഴുകി. ഞാൻ ഇടുമ്പോൾ ഞാൻ വിചാരിച്ചത് കാരമലൈസ് ചെയ്തിട്ട് നമുക്ക് പാത്രം കേടായത് വേറെ പോട്ടെ, പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതാകെ കരിഞ്ഞൂടാ. ഞാൻ എപ്പോഴും പറയാറില്ലേ നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല എന്ന്. അത് 2-3 വട്ടമൊക്കെ ചെയ്ത് അത് ഓരോ തെറ്റുകളും ഓരോ പാഠങ്ങളാണ്. ഈ സ്റ്റീലിൻ്റെ പാത്രം അടുപ്പത്ത് വെക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അത് പെട്ടെന്ന് കരിയും എന്നുള്ളത്. ഇതൊരു പാടാണ്. അങ്ങനെ ഞാൻ കരിഞ്ഞ പാടയിൽ കാണാനില്ലേ. എന്നാലും കുഴപ്പമില്ല, അത് ഞാൻ കഴുകിയിട്ട് പോകണ്ടായിരുന്നില്ല. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് പായസമൊക്കെ സെറ്റാകുമ്പോൾ അത് പൊക്കോളും. അപ്പോൾ ഞാൻ വീണ്ടും പാത്രം കഴുകി കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമ്മൾ ഒരു 3-4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് ബ്രൗൺ കളറാക്കി എടുത്തു. അത് നന്നായിട്ടൊന്നായി വന്നപ്പോൾ അതിൽ നമ്മൾ പാലൊഴിച്ച് സെറ്റാക്കി. പാലൊക്കെ പിന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് ബേക്കറി ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുക്കുക ഒഴിക്കുക കുടിക്കുക, ഈ ഒരു സെറ്റപ്പ് അല്ലേ. അപ്പോൾ അത് കാരണം ഞാൻ ആവശ്യത്തിന് പാലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ടായിരുന്നു. 5 പാക്കറ്റ് പാലിലേക്ക് ഒരു 4 കപ്പോളം വെള്ളം നമ്മൾ ഒഴിച്ച് ആ ഒരു വലിയ ഉരുളി നിറച്ചാക്കിയാലാണ് നമുക്ക് തികയുള്ളൂ. നമ്മുടെ കടയിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും. വിശേഷ ദിവസമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാലത്തും കുടിക്കണം, 4 മണിക്കും കുടിക്കണം, വൈകുന്നേരം കുടിക്കണം. അപ്പോൾ ആ അളവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ചേട്ടന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ള പോലെ അവർ അഭിപ്രായം പറയും. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ഇതൊക്കെ ഇത് കൂടി എന്നൊക്കെ കറക്റ്റായിട്ട് പറയും. പലപ്പോഴും നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ അവസരത്തിലാണല്ലോ, 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു കടയിലേക്ക്. അപ്പോൾ എനിക്കൊന്നും അറിയില്ല, നമ്മൾ പഠിച്ച പ്രൊഫഷൻ എന്ന് പറയുന്നത് വേറെയല്ലേ. അപ്പോൾ ചേട്ടന്മാരായിരുന്നു എൻ്റെ പരീക്ഷണ വസ്തുക്കൾ കേട്ടോ. ഇവരിലാണ് ഞാൻ, ഈ ചേട്ടന്മാരല്ല വേറെ ചേട്ടന്മാർ, ഇവരിലാണ് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളത്. അത്ര പ്രോ കുക്കാന്നായെന്ന് പറയില്ല. ഇപ്പം അത്യാവശ്യം വായിൽ വയ്ക്കുമ്പോൾ തുപ്പാത്ത രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ലെവലിലൊക്കെ കൈ വഴങ്ങി തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ മനക്കണക്കൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അതൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങി. ഒരുവിധം മനസ്സിലാവും നമുക്ക് എന്തോരം വേണം എങ്ങനെ വേണം എന്നൊക്കെ. അങ്ങനെ പാല് തിളച്ച് വന്നപ്പോൾ നമ്മളതിൽ പഞ്ചസാരയും പിന്നെ നമ്മൾ സേമിയയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഈ പാലട നമ്മുടെ സേമിയ പായസത്തിന് ചെറിയൊരു പിങ്ക് കളർ വന്നില്ലേ, അത് നമ്മൾ കാരമലൈസ് ചെയ്ത് ആക്കിയ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം അമ്മയാണ് അങ്ങനെ ആക്കിയിട്ട് ആക്കാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ തന്നെ ആക്കാറ്. കുറച്ച് നെയ്യ് ഒഴിച്ച് ഇനി വറുത്തിട്ടിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടാണ് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും അമ്മയാണെന്നുണ്ടെങ്കിൽ, അമ്മയെ വെക്കണമെന്നുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും ഗോതമ്പ് പായസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപ്പ് പായസം ഒക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനൊക്കെ നാളികേരം പാല് വേണ്ട കാരണം കൊണ്ട് ഇന്ന് നമ്മളത് ഒഴിവാക്കിയതാണ്. ഇത് എനിക്ക് എളുപ്പമല്ലേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ വഴക്ക് പറയും. ഇത് അമ്മേരെ പപ്പടം കാച്ചുന്ന പാത്രമാണ്, അതിലാണ് നമ്മൾ വറുത്ത് കോരി ഇടാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ പറയും ഇത് ഇളകി വന്നിട്ടുണ്ടെങ്കിൽ അത് ഹെൽത്തിന് ദോഷമില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് എന്തോരം കൊടുത്തു വിട്ടാലും എടുത്തു വെക്കുന്ന ശീലമുള്ള കാരണം കൊണ്ട് അമ്മ ഇതിലാന്ന് തോന്നുന്നു ഇപ്പോഴും ചെയ്യുന്നത് കേട്ടോ. എന്നാലും ഇത് ഇളകി വരണമൊന്നുമില്ല. ഇപ്പോൾ ഇളകി അത് അലുമിനിയം ചീഞ്ചട്ടി പോലെ ആയിട്ടുണ്ട് ഏകദേശം. അങ്ങനെ നമ്മളതിൽ നെയ്യിൽ വറുത്ത് കോരി ഇടുകയാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വൈകുന്നേരം ചേട്ടന്മാർക്ക് ഫുഡ് ഉണ്ടാവും. ചിലപ്പോൾ ചിക്കൻ കറിയിൽ ബാക്കിയുണ്ടെങ്കിൽ അവർ വൈകുന്നേരം കഴിക്കും. ഒരുപാട് 10 മണി കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കില്ല. അവർ തൊട്ടടുത്ത് ഒരു നൈറ്റ് ഹോട്ടലുണ്ട്, സീത എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കടയിൽ തന്നെയാണ് ചേട്ടൻ സാധനങ്ങൾ എടുക്കാറ്. അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കുക ചെയ്യുക. 10 മണി കഴിയുകയാണെങ്കിൽ, 10 മണിക്ക് മുന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും കൂട്ടാനുകളൊക്കെ കൂട്ടിയിട്ട് ഡെയിലി കേട്ടോ, വിശേഷ ദിവസങ്ങളിലല്ല ഡെയിലി അവർ വൈകുന്നേരം നമ്മുടെ കടയിൽ തന്നെയാണ് ഫുഡ് ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അവർക്കുള്ള ഫുഡ് അമ്മ സെപ്പറേറ്റ് വൈകുന്നേരത്തേക്കുള്ളത് തയ്യാറാക്കി ഈ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കടയിലത്തെ കുറേ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരായ കാരണം കൊണ്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ.
ഇതാണ് നമ്മുടെ പ്രദീപേട്ടൻ. നമ്മുടെ പൂരത്തിന്റെ വ്ളോഗിൽ പാട്ട് പാടി തിമിർത്ത നമ്മുടെ പ്രദീപേട്ടൻ വയ്യാണ്ടായിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോഴേക്ക് ചാക്കൊക്കെ എടുത്ത് അത്യാവശ്യം നല്ല നല്ല ഒരു ഫിസിക്കൽ വർക്കൗട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് നമ്മുടെ കടയിലുള്ളത്. അപ്പോൾ ചേട്ടന്മാരൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അതാണ് ദിനേശ് ചേട്ടൻ. ദിനേശ് ചേട്ടനാണ് നമ്മുടെ സാരഥി. സാരഥി ഓട്ടോ ചേട്ടന്മാരുണ്ടാവും കേട്ടോ. പക്ഷെ ഓട്ടോ ചേട്ടന്മാർ ഇപ്പോൾ നമ്മൾ പുതിയ വണ്ടി മേടിച്ച കാരണം കൊണ്ട് ദിനേശ് ചേട്ടനാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിന്നൻ ചേട്ടൻ, നമ്മുടെ റൈറ്റർ അപ്സു, റൈറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ കടയിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്സുവാണ്. അങ്ങനെ ഞാൻ ചേച്ചിമാർക്കുള്ള പായസവും കുഞ്ഞിനുള്ള പായസവും എനിക്കുള്ള പായസമൊക്കെ ആയിട്ട് വീണ്ടും മുകളിലേക്ക് കയറി വന്നു. ഇനി താഴത്തേക്ക് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോറൊക്കെ കൊണ്ടു, കുഞ്ഞിനും ചോറൊക്കെ കൊണ്ടുവന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കടയിലത്തെ ഉച്ചവരെയുള്ള വിശേഷം കേട്ടോ. ഉച്ച കഴിയുമ്പോഴാണ് പൊതുവായിട്ട് ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ നല്ല തിരക്ക് വരുന്നത്. വിഷുക്കണിയുടെ സമയമൊക്കെ ആകുമ്പോൾ വിഷുവിൻ്റെ സമയമാകുമ്പോൾ കണി വെക്കാനുള്ള സാധനങ്ങൾ ഒരു ആപ്പിള്, ഒരു കൊല മുന്തിരി, ഒരു പടവല പഴം, ഒരു നാരങ്ങ, അങ്ങനെ എല്ലാം ഇച്ചിരി 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 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം നല്ല പ്രകൃതി പിടിച്ചൊരു പരിപാടിയാണ് അത് കേട്ടോ. എന്നാലും എല്ലാവരും വന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയുക, കണി വയ്ക്കാനുള്ള സാധനങ്ങൾക്കൊക്കെ അവർക്ക് ആക്കി കൊടുത്ത് സെറ്റാക്കി കൊടുത്ത് ഓരോ കസ്റ്റമറും പോകുമ്പോൾ ഒരു സന്തോഷം. അവർ വീണ്ടും വീണ്ടും വരാൻ വേണ്ടി മനസ്സുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. നല്ല രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് പെരുമാറും. കസ്റ്റമർ ഈസ് ദി കിങ് എന്നല്ല പറയുക. അങ്ങനെ ഒരുപാട് നല്ല നല്ല ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എനിക്ക് ഇവിടെ അറിയായിരുന്നു. ഇപ്പം ആരും പരിചയമില്ലാണ്ടായി, കാലം കുറേ ആയില്ലേ. അങ്ങനെ നമ്മൾ പച്ചക്കറി സെക്ഷനിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അവിടെയാണ് നമുക്ക് ബേക്കറി സെക്ഷനേക്കാളും കൂടുതൽ തിരക്കുണ്ടാവുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയാണല്ലോ, പിറ്റേ ദിവസം സദ്യ അല്ലേ, സദ്യക്കുള്ള സദ്യവട്ട ഒരുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണല്ലോ പോണത്. ഗോലി സോഡയും കൊണ്ട് വന്ന ആളെ മനസ്സിലായില്ലേ? അത് നമ്മുടെ ചേച്ചിട്ടാ. ചേച്ചിക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. ഇപ്പോൾ വീട് പണിയായ കാരണം കൊണ്ട് ഏട്ടായി പറഞ്ഞു നോക്കുന്നത് കുറച്ച് കുറവാണ് തയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു നോക്കണം. പിന്നെ നമുക്ക് വിഷു അതുപോലെ തന്നെ ഓണം എന്നതിലുപരി സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെയാണ് ഏട്ടായിക്ക് നല്ല തിരക്ക് വരുന്ന സമയം. കുറേ നാളായിട്ടുള്ള കസ്റ്റമേഴ്സാണ് ഏട്ടായിടി, അച്ഛൻ്റെ കാലം തൊട്ടുള്ള കസ്റ്റമേഴ്സ്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ വർക്കുകളാകുമ്പോൾ കുറച്ച് സാവധാനത്തിലൊക്കെ ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏട്ടായി അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ അത്യാവശ്യം എപ്പോഴും ഇങ്ങനെ തിരക്കോടുകൂടെ നടക്കുന്ന ഒരാളാണ് ഏട്ടൻ. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് തിരക്ക്. അങ്ങനെ നമ്മൾ ഏട്ടായി ഇവിടെ ചേച്ചീനെ കൊണ്ടുവന്ന് വിട്ടു. അപ്പോഴാണ് ഇവിടെ കണി കെട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ചേച്ചി അമ്മനെ ഓർമ്മിപ്പിച്ചത്. നമ്മുടെ വിഷു എന്ന് പറയുന്നത് എപ്പോഴും വിളവെടുപ്പിൻ്റെ ഉത്സവമാണെന്നല്ല പറയാ. അപ്പോൾ വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കെട്ടിത്തൂക്കിയിടുന്ന ഒരു ചടങ്ങ് നമ്മുടെ തൃശ്ശൂരുണ്ട് കേട്ടോ. അവിടെ നാട്ടിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ കണിവെള്ളരി ഇതുപോലെ വിത്തിനായിട്ടാണ് തൂക്കിയിടുന്നത്. അത് ഇപ്പോഴും നമ്മളിങ്ങനെ അനുഷ്ഠിച്ച് പോരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അച്ഛൻ കണിവെള്ളരിയും കണിക്കൊന്നയും കൂടി കൂട്ടി നമ്മുടെ വീടിൻ്റെ അല്ലല്ലോ, നമ്മുടെ ബേക്കറിയുടെ മുമ്പിൽ കെട്ടിത്തൂക്കിയിടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോഴേക്ക് അച്ഛൻ വന്നു, ഏട്ടായി വന്നു, ചേച്ചി വന്നു. അപ്പോൾ പൊതുവേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറാണ് നമുക്ക് ആഘോഷങ്ങളുടെ തലേദിവസം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ടാവും, മിക്കതും ഉണ്ടാവും എല്ലാവരും. സന്ധ്യയാകുമ്പോഴേക്കും നല്ല തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറച്ച് കുറവായിരുന്നു എന്നാണ് ഭാഗ്യം പറഞ്ഞത്. ഓഫീസുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് വരുന്ന വഴി ഈ NHI കാരണം കൊണ്ട് കുറേ ആൾക്കാരെ അവിടെ നിർത്തി മേടിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഈ ചേച്ചി 7:30 വരെ നിൽക്കും കേട്ടോ. മറ്റേ ചേച്ചി 5:30 ആയപ്പോഴേക്കും പോയായിരുന്നു. നമുക്ക് കടയിലൊരു 8 മണി വരെയൊക്കെ നിൽക്കുന്ന സ്റ്റാഫ് ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അത് കഴിയുമ്പോൾ രതീഷ് ഹാൻഡിൽ ചെയ്യും കേട്ടോ. രതീഷ് ചേട്ടനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ റപ്പായേട്ടനും കൂടി ഉണ്ടാവും. റപ്പായേട്ടനും കൂടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവർ ഒരു 10 മണി 11 മണി വരെയൊക്കെ കട ഹാൻഡിൽ ചെയ്യും. ജ്യൂസ് അടിക്കാനും ഷേക്ക് അടിക്കാനും ഒക്കെ രതീഷ് വരും. ബാക്കി സംഭവങ്ങളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് റപ്പായേട്ടൻ നിൽക്കും. അപ്പം ഞാൻ ഷേക്ക് അടിക്കുകയാണ്. ഷേക്ക് ആ ചേച്ചിക്ക് സമയമായി പോകാൻ വേണ്ടിയിട്ടേ, അപ്പോൾ ഷേക്ക് അടിച്ചു കൊടുക്കുകയാണ്. ഷേക്ക് ഇത്തിരി കൂടുതലടിച്ചിട്ട് എല്ലാം ഒരു ഗ്ലാസ്സിലാക്കി വെക്കും. എന്നിട്ട് അച്ഛനായിട്ട് ലാസ്റ്റ് കൊടുക്കും ഒരു ഗ്ലാസ് ആക്കിയിട്ട്. അത് ഭയങ്കര പരിപാടിയാണ്. മിക്സ്ഡ് ഷേക്ക് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കുടിപ്പിക്കും. ശ്രീകുട്ടൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീകുട്ടനെ നിങ്ങളൊന്നും കണ്ടില്ലല്ലോ. ശ്രീകുട്ടൻ്റെ ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു. അവൻ നമ്മുടെ ബിന്ദേച്ചി അപ്പു, നമ്മുടെ വ്ളോഗ് ഒരുപാട് നാൾ മുന്നേക്ക് തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്പൂനെ അറിയായിരിക്കും. അപ്പു ഉണ്ണിക്കുട്ടനൊക്കെ ഓർമ്മയുണ്ട്. അവരുടെ കൂടെ കളിക്കാനായിട്ട് പോയി. നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ അയൽപ്പക്കം ഉണ്ടല്ലോ ബിന്ദേച്ചി, ഞാൻ അവിടെ കൊണ്ടാക്കി കേട്ടോ. അപ്പോൾ അവിടെ എൻജോയ് ചെയ്ത് വന്നു. അപ്പോഴാണ് പറഞ്ഞത്
പറഞ്ഞത് കുഞ്ഞിനോട്, കുഞ്ഞാ എനിക്ക് ഓറിയോ ഷേക്ക് വേണമെന്ന്. അപ്പോൾ കുഞ്ഞെന്താ ഓറിയോ ഷേക്ക് അടിക്കാനായിട്ട് തയ്യാറെടുത്തിക്കാണ്. ആളെല്ലാം പഠിച്ചു കേട്ടോ, കുഞ്ഞൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്രാവശ്യത്തെ കുഞ്ഞൻ്റെ വെക്കേഷൻ ഭയങ്കര മെമ്മറബിൾ ആയിരിക്കും. ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്. അവിടുത്തെ എന്താ പറയുക, നമുക്കൊന്ന് ഒരു ബോറടിക്കണില്ല. പക്ഷെ ശ്രീകുട്ടൻ അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ശ്രീകുട്ടന് ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ എന്നും നമുക്ക് കടയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ശ്രീകുട്ടനെ. നമുക്കിവിടെ പണിക്കാർ, നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ടാവും, പടവലത്തോട്ടത്തിലും വാഴത്തോട്ടത്തിലും ഒക്കെ ഉണ്ടാവും പണിക്കാർ. അപ്പോൾ നമുക്ക് എന്നും കടയിൽ പോകാൻ പറ്റില്ല, അവനെയും കൊണ്ട് കടയിൽ പോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ അവനെ കടയിൽ കൊണ്ടാക്കിയാണ്, അവൻ അത്യാവശ്യം ക്യാഷിലൊക്കെ ഇരുന്ന് പൈസ മേടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ ചെയ്തേനെ കേട്ടോ. അങ്ങനെ ഏട്ടായി വന്ന് കുഞ്ഞിനെയും ചേച്ചീനെയും കൊണ്ടുപോയി. പിന്നെ നമ്മൾ ബാക്കി നമ്മുടെ ആ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും നമ്മുടെ പച്ചനെറ്റ് നമ്മുടെ പദാർത്ഥങ്ങളുടെ മുകളിലൂടെ കയറി കിടന്നു. ഇനി നമ്മൾ വീണ്ടും നാളെ തുറക്കും, വിഷുവിൻ്റെ അന്ന് തുറക്കും. ഇവിടെ എന്താ പറയുക, ഡെക്കത്തിലോൺ പോലെയാണ്, 365 ദിവസം ഓപ്പൺ ആയിരിക്കും. ഇവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ ചേട്ടന്മാർ ഇവിടെ സ്റ്റേ ചെയ്യുന്ന കാരണം കൊണ്ട് പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാരെ ഇറങ്ങി വന്നതിൽ ഇവനെ ഹർത്താലിന് പോലും മേടിച്ചിട്ട് പോകാറുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത്, ഉറപ്പില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കടയിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കണി വെക്കണം. കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലത് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കണി ഞാൻ വെച്ചായിരുന്നു. ആ വ്ളോഗായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എങ്ങനെയുണ്ടായിരുന്നു എഴുതി അറിയിക്കാൻ മറക്കല്ലേ. കണി വെച്ച വിശേഷങ്ങളും അതുപോലെ തന്നെ നാളത്തെ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ശ്രീജ.